ഈ ദുനിയാവിലെ കണക്കാക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ, അവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ഒരൊറ്റ ഉദ്ദേശത്തിനാണ്. അതെന്താണ്? അവനെ മാത്രം ആരാധിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. മറ്റൊന്നും പകരം ചോദിച്ചില്ല. എന്നാൽ ആ വിഷയത്തിൽ മനുഷ്യന്മാരെന്ത് ചെയ്തു? തെറ്റിപ്പോവുകയും ചെയ്തു. ആ വിഷയത്തിൽ മനുഷ്യർ തെറ്റിപ്പോവുകയും ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു യാത്ര ചെയ്തു. എന്തിനാണ് യാത്ര ചെയ്തത്? തിരുവനന്തപുരത്തുള്ള പൂവച്ചാലിലെ തങ്ങളുപ്പാപ്പ ദർഗ കൊടി ഉയർത്തൽ കഴിഞ്ഞു. അവിടെ ഇനി ഉത്സവം നടക്കുകയാണ്. അപ്പൊ ഉത്സവത്തിന് മുമ്പ് ആരെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ആരെങ്കിലും തിരിച്ചു വരുമെങ്കിൽ, അവിടെ ഇനി ആഘോഷങ്ങളും കളിയാട്ടവും അതുപോലെ കുഴലൂത്തുകളുമാണ്. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണോ? അല്ല. പിന്നെ ആരെ തൃപ്തിപ്പെടുത്താനാണ്? തങ്ങളുപ്പാപ്പാനെ തൃപ്തിപ്പെടുത്താൻ, തങ്ങളുപ്പാപ്പാക്കുള്ള ഇബാദത്തായിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവരുടെ, ആരുടെ? മുസ്ലിങ്ങളല്ലാത്ത കുഫാറുകളുടെ ആരാധനകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവരുടെ ആരാധന അവരുടെ എങ്ങനെയാണ്? ഇല്ലാ മുകാഅൻ വ തസ്ദിയ, ചില കോയലോത്തുകളും കൈകൊട്ടലുകളൊക്കെയാണ്. ഇന്ന് ചണ്ടയും മേളമാണ്. ഇന്നെന്താണ്? കോയലോത്തും അതുപോലെ തന്നെ ഓളിയിടലും ചെണ്ടകൊട്ടും ഒക്കെയാണ് എന്ന് മാത്രം. ഏതായാലും അങ്ങനെയുള്ള ആരാധനകൾ നടത്തുന്ന ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ദഅവത്തിന് വേണ്ടി പോയി. ഇതല്ല വേണ്ടത്. പിന്നെയോ, നിങ്ങൾ പടച്ചിട്ടുള്ള ഒരു റബ്ബുണ്ട്, നിങ്ങളെ പടച്ച ഒരു റബ്ബുണ്ട്, അവനാണ് നിങ്ങൾക്കെല്ലാം നൽകിയത്. തങ്ങളുപ്പാപ്പ നിങ്ങൾക്കൊന്നും തന്നിട്ടില്ല. തങ്ങളുപ്പാപ്പല്ല തന്നത്. പിന്നെ ആരാണ് തന്നത്? തങ്ങളുപ്പാപ്പാക്ക് കൊടുത്തത് അല്ലാഹുവാണ്. തങ്ങളുപ്പാപ്പാക്ക് കൊടുത്തതും അല്ലാഹുവാണ്, നിങ്ങൾക്ക് കൊടുത്തതും തന്നതും അല്ലാഹുവാണ്. അങ്ങനെയുള്ള അല്ലാഹുവിനെ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി പോയി. പക്ഷേ എന്ത് ചെയ്തു? അത് തടഞ്ഞു. കാരണം അവരുടെ കീശ വീർപ്പിക്കാനുള്ള, അവരുടെ വയറ് വീർപ്പിക്കാനുള്ള മാർഗമാണത്. ദുനിയാവിൽ ജീവിച്ചു പോകാൻ വേണ്ടി അവർ കണ്ടെത്തിയ ബിസിനസ്സാണത്. ആ ബിസിനസ് അത് തകരുക എന്നത് എന്തല്ല, അവർ ഒരിക്കലും തൃപ്തിപ്പെടുന്നതല്ല. അപ്പൊ സ്വാഭാവികമായി ഏതൊരു ബിസിനസ്സുകാരനും ചെയ്യുന്നത് പോലെ അവന്റെ ബിസിനസ്സിനെ തകർക്കാൻ വരുന്ന ആളുകളെ രാഷ്ട്രീയക്കാരുപയോഗിച്ചും മറ്റു ശക്തികൾ ഉപയോഗിച്ചും അവൻ തടയാൻ ശ്രമിക്കും. കാരണം വയറ്റിപ്പഴപ്പാണ്. ഇതുണ്ടെങ്കിലേ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്ന രൂപത്തിൽ അവരെന്ത് ചെയ്തു? അവരതിനെ തടഞ്ഞു. ആ ശ്രമത്തെ തടഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഏതൊരാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പല കമ്പനികളും അവർക്കെന്ത് ചെയ്യൂല? സഹിക്കൂല. പല ആത്മീയ വാണിഭ കമ്പനികൾക്കും അത് സഹിക്കുകയില്ല. കാരണം ഒരു ദിവസം എത്ര കിട്ടും? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും അടക്കേണ്ടതുണ്ടോ? ഇല്ല. ഒരു ചെലവുമില്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒരു നിസ്കാരത്തിന്, ഒരു നിസ്കാരം ഇമാമ് നിൽക്കാൻ 25 രൂപ എല്ലാവരും കൊണ്ടുവരിക, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല, പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ പള്ളിയിൽ 25 രൂപ കെട്ടിയിട്ട് എത്ര നിസ്കാരം? 5 നിസ്കാരം, അങ്ങനെ പറഞ്ഞിട്ട് ഒരു വഴിപാട്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. പിന്നെയോ ഈ നിസ്കാരങ്ങളെല്ലാം ഫ്രീ ആണ്, ഒരു ചെലവില്ല. നോമ്പ് ഫ്രീ ആണ്. സക്കാത്ത് അത് ആർക്കാണ് കൊടുക്കുന്നത്? പാവപ്പെട്ടവന് കൊടുക്കുന്നു. സക്കാത്ത് കമ്മിറ്റികൾക്കല്ല. സക്കാത്ത് കമ്മിറ്റികൾക്കല്ല. പിന്നെ ആർക്കാണ് കൊടുക്കുന്നത്? പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അത് എത്തിച്ചു നൽകുന്ന ഭരണാധികാരികൾക്ക് കൊടുക്കുന്നു. അതല്ലെങ്കിൽ വിശ്വസ്തനായ പാവപ്പെട്ട ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൃത്യമായി നിർണയിച്ച ആളെ ഏൽപ്പിക്കുന്നു. വിശ്വസ്തനായ ആളെ ഏൽപ്പിക്കുന്നു. ഇന്നയാൾക്ക് കൊടുക്കുക എന്ന നിലക്ക് ആളെ ഏൽപ്പിക്കുന്നു. ഈ രൂപത്തിൽ സക്കാത്ത് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അതെന്തല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പണാണോ? അല്ല, മറിച്ച് സമൂഹത്തിലെ ധനികരും പാവപ്പെട്ടവരും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടക്കാൻ, അവരിലേക്ക് എത്തിക്കാൻ, കാര്യങ്ങൾ എത്തിക്കാൻ, പാവപ്പെട്ടവന് അവൻ്റെ പാവപ്പെട്ട ആ അവസ്ഥക്കൊരു, അവൻ്റെ ദാരിദ്ര്യത്തിനൊരു ആശ്വാസമേകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ബലി നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതിൻ്റെ ഇറച്ചിയോ മാംസമോ അല്ലെങ്കിൽ അതിൻ്റെ രക്തമോ എത്തുന്നില്ല. പിന്നെയോ
അവനിലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ മനസ്സിന്റെ തഖ്വയാണ് എന്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഹജ്ജിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എന്തെങ്കിലും പണം അടക്കേണ്ടതുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹജ്ജിന് ഇത്ര ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീസില്ല. പിന്നെയോ രാജ്യങ്ങൾ അതിൻ്റെതായ ചട്ടക്കൂടുകൾ, അതുപോലെ തന്നെ അവിടെ ഒരുക്കുന്ന സൗകര്യങ്ങൾ, AC ഉണ്ടാകും, വാഹന സൗകര്യങ്ങളുണ്ടാകും, അവിടുത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ടെൻറ്റിൻ്റെ വാടക ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഭക്ഷണം ക്രമീകരിക്കേണ്ടി വരും, അവർക്കുള്ള പൈസ, അതുപോലെ വിസയുണ്ടാവും, വിസൻ്റെ പൈസ. ഇതാണ് ആ ചെലവ്. അതല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം 1 രൂപയുടെ ആവശ്യം ഇല്ല. എന്നാലോ ഇവിടെയൊക്കെയോ അവിടെ പോകണമെങ്കിൽ കാണിക്ക വെക്കണം ഇത്ര രൂപ, ഇന്നത് ചെയ്യണം ഇത്ര രൂപ. അപ്പൊ ഈ ഒരു ബിസിനസ് നടന്നു പോകണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് പല കമ്മിറ്റിക്കാരും അതിനെ എതിർക്കുന്നത്, അതായത് ഈ ദഅവത്തിനെ എതിർക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം എന്ന കാര്യത്തെ എതിർക്കാൻ വിഷയം എന്താണ്? അവരുടെ തീറ്റയും കുടിയും മുടങ്ങിപ്പോകുമോ? എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് എന്താണ്? തങ്ങളുപ്പാപ്പാക്ക് തീറ്റ കൊടുത്തവനാര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും ഭക്ഷണം കൊടുക്കും? ഈ പറഞ്ഞ കമ്മിറ്റിക്കാർക്കും ഭക്ഷണം കൊടുക്കും. ഈ ജാറമില്ലെങ്കിലും ഭക്ഷണം ആര് കൊടുക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. എന്നാൽ ആളുകൾക്ക് ഏറ്റവും നല്ലതിനെ ഇഷ്ടമില്ല എന്നതാണ് യാഥാർത്ഥ്യം. തയ്യും. അപ്പം ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പോയ യാത്രയുമായി ബന്ധപ്പെട്ട സംഭവം. നമ്മൾ എന്ത് പറയാനാണ് പോയത്? നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക എന്ന് പറയാനാണ് പോയത്. അതാണ് അവരെന്ത് ചെയ്തത്? തടഞ്ഞത്.